എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാന്ദ്ര, ബസൂക്ക, ഗെറ്റ്സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് മൂന്ന് പോക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് സിനിമ OTT റിലീസ് ആയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇന്ദ്രജിത്ത്, അനശ്വര രാജനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സിൽ ജൂലൈ മാസം 11-നാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. മാത്യു തോമസ്, ബേസിൽ, അനിക, നമിത പ്രമോദ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്ലൈ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ 20-ന് മുന്നേ സൈനാപ്ലൈയിൽ കപ്പ് സിനിമയുടെ OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ആപ്പ് കൈസേഹോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസൻ നായകനായ സിനിമയാണ് ആപ്പ് കൈസേഹോ. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണിത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സൺനെസ്റ്റാണ് ആപ്പ് കൈസേഹോ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ 10-നാണ് സിനിമയുടെ റിലീസ്. അതായത് നാളെ രാത്രി ആപ്പ് കൈസേഹോ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായമാണ് വേല സിനിമ നേടിയെടുത്തത്. 2023-ലായിരുന്നു വേല സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് വേല. ഷൈനികം, സണ്ണി വെയിനാണ് വേല സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ഇപ്പോൾ വേല സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം 20-ന് മുന്നേ വേല സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് കുണ്ടന്നൂരിലെ കുൽസിത് ലഹള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ലുക്മൻ അടക്കം ഒരുപാട് താരങ്ങൾ സിനിമയിലുണ്ട്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സൈനാപ്ലൈ ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. നാളെ സിനിമയുടെ ട്രെയിലർ പുറത്തു വരും. ജൂലൈ മാസം 10-നാണ് കുണ്ടന്നൂരിലെ കുൽസിത് ലഹള എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടതാണ്. ഇറക്കിയ പൈസ പോലും നടികർ സിനിമയ്ക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. ടോവിനോ തോമസ് ആണ് നടികർ സിനിമയിലെ നായകൻ. നടികർ സിനിമ റിലീസായിട്ട് ഒരു വർഷത്തിന് മേലെയായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലാണ് സൈനാപ്ലേ നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങി എല്ലാ ഭാഷകളിലുമായിട്ടാണ് സൈനാപ്ലേ OTT റിലീസ് ചെയ്യുന്നത്. ജൂലൈ മാസം 11-നാണ് സൈനാപ്ലേയിൽ നടികർ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആദിവാസികളുടെ കഥയാണ് നരിവേട്ട പറഞ്ഞു പോകുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് നരിവേട്ട സ്വന്തമാക്കിയത്. ഈ സിനിമയിലെ പാട്ടുകളും മറ്റും ഹിറ്റായിട്ടുണ്ടായിരുന്നു. ടോവിനോ തോമസ് ആണ് നരിവേട്ട സിനിമയിലെ നായകൻ. സുരാജ് വെഞ്ഞാറമൂടും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ സോണി ലീവാണ് നരിവേട്ട സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഒഫീഷ്യൽ റിലീസ് ചെയ്ത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. നരിവേട്ട സോണി ലീവിൽ ജൂലൈ മാസം 11-നാണ് ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നല്ല അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഗെറ്റ്സെറ്റ് ബേബി. ഫാമിലി പ്രേക്ഷകർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഉണ്ണിമുകുന്ദനാണ് സിനിമയിലെ നായകൻ. പക്ഷേ ഗെറ്റ്സെറ്റ് ബേബിയുടെ OTT റിലീസ് മാത്രം വരുന്നില്ല. മാസങ്ങൾക്ക് മുൻപ് തന്നെ മനോരമ മാക്സ് ഗെറ്റ്സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചതാണ്. ഇതുവരെ റിലീസാക്കിയിട്ടില്ല. ഇപ്പോഴിതാ ഗെറ്റ്സെറ്റ് ബേബി ജൂലൈ മാസം 11-ന് സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ഡിസംബറിലാണ് ബാന്ദ്ര സിനിമയുടെ OTT വിറ്റുപോയത്. ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും പുറത്തു വന്നില്ല. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമ OTT റിലീസിന് വീണ്ടും ഒരുങ്ങുകയാണ്. തമനയും ദിലീപുമാണ് ബാന്ദ്ര സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ബാന്ദ്ര സിനിമ നേടിയെടുത്തത്. ബാന്ദ്ര ഒരു ഗാങ്സ്റ്റർ മൂവിയാണ്. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമ ഈ മാസം 20-ന് മുന്നേ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി മികച്ച അഭിനയമാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. നല്ലൊരു ആക്ഷൻ മൂവിയാണ് ബസൂക്ക.
പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ബസൂക്ക. മമ്മൂട്ടി സിനിമയുടെ OTTകൾ വിറ്റുപോകാറില്ല. എന്നാൽ ബസൂക്ക സിനിമയുടെ OTT C5 വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ജൂലൈ മാസം 10 വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒഫീഷ്യൽ തീയതി ഇതുവരെ പുറത്തു വന്നിട്ടില്ല. റൂമറുകൾ പ്രകാരം ഈ ആഴ്ച തന്നെ ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്തേക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.